അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. കേന്ദ്രങ്ങളിലും സർക്കാർ പദ്ധതി, ഈ പദ്ധതി എങ്ങനെയാണ് ഈ രാജ്യത്തുണ്ടായത്? 2020 കോവിഡിന്റെ മറപറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ NDP എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ആ പദ്ധതിയുമായി മുന്നോട്ട് പോയ കേന്ദ്ര സർക്കാരിന് വിവിധ സംസ്ഥാനങ്ങളിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് 2022 PM ശ്രീ എന്ന് പറയുന്ന പുതിയ പേര് നൽകിക്കൊണ്ട് ഈ പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയമാണ് PM ശ്രീ പദ്ധതി എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയൊട്ടേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഇതര സംസ്ഥാനങ്ങൾ ഇത്തരം വിദ്യാഭ്യാസ നയം അതാത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ ഫണ്ട് SSK ഫണ്ട് നൽകാതെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി 2027 മാർച്ച് ആവുമ്പോഴേക്ക് ഈ പദ്ധതി ഈ രാജ്യത്ത് അവസാനിക്കാൻ പോവുകയാണ്. ഒരു വർഷം മാത്രമുള്ള ഒരു പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPIയുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് നിയമസഭയിൽ പാസാക്കിക്കൊണ്ട് കേന്ദ്രത്തിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഈ പദ്ധതിക്കെതിരായിട്ട് തെരുവോരങ്ങളിൽ പ്രസംഗം നടത്തിയ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് ഈ പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഇതിനെതിരായിട്ട് ഇടതുപക്ഷം പറയുന്നത് തിരഞ്ഞെടുപ്പ് വേളകളിൽ നമ്മൾ എന്തും പറയും, അതൊന്നും ഭരണത്തിലെത്തി കഴിഞ്ഞാൽ നടപ്പിലാക്കാനുള്ളതല്ല എന്നതാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരും VD സതീശന്റെ നിലപാട് എന്നതാണ് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരം പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലുള്ള മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സ്വാഗത പ്രാസംഗികർ സൂചിപ്പിച്ചു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം, ആ നയം നടപ്പിലാക്കുവാൻ വേണ്ടി വിഷത്തെ തേനിൽ പുരട്ടിക്കൊണ്ട് രാജ്യത്താകമാനം നടപ്പിലാക്കാൻ പോകുന്ന PM ശ്രീ പദ്ധതി, അതിന്റെ അപകടത്തെ കുറിച്ച് ഈ കാലത്തൊക്കെ കേരളത്തിൽ സജീവമായ ചർച്ച നടക്കുകയാണ്. 2020 കോവിഡ് മഹാമാരിയുടെ കാലത്ത് രാജ്യം മുഴുവൻ അടച്ചിട്ടുള്ള നിൽക്കുമ്പോൾ
രാജ്യത്ത് BJP നടപ്പിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് രാജ്യത്തെ കാവ്യവൽക്കരിച്ചുകൊണ്ട്, രാജ്യത്തെ ചരിത്രത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, ഇന്ത്യ രാജ്യത്തിന് സംഭാവന നൽകിയ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനാകെ വലിയ സംഭാവനകൾ നൽകിയ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളില്ലാതെ, രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആ ചരിത്രത്തിൽ വലിയ നിർണായക സ്വാധീനം വഹിച്ച രാജ്യത്തെ മുസ്ലിം ഭരണാധികാരികളുടെ പേരുകളില്ലാതെ, രാജ്യത്തെ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ നെഹ്റു പോലെയുള്ള ഇന്ത്യ രാജ്യത്തും ലോകവും ഏറ്റവും ആദരവോടുകൂടി ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളില്ലാതെ എല്ലാം നടപ്പിലാക്കുന്നത്, രാജ്യത്ത് നടപ്പിലാക്കിയത് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്ക് പോലും വഹിക്കാത്ത RSS നേതൃത്വം നൽകുന്ന BJP ഗവൺമെന്റ് തങ്ങളാണ് ഇതൊക്കെ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതാൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം രാജ്യത്ത് ഉയർന്നു വരണം. അത് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന് ഓരോ സംസ്ഥാന ഗവൺമെന്റ് തെരഞ്ഞെടുക്കും സ്കൂളുകളിൽ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കണം. ഈ കേരളത്തിൽ 165 സ്കൂളുകളാണ് അതിനു വേണ്ടി തെരഞ്ഞെടുക്കാൻ വേണ്ടി അറിയിച്ചത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും വിശാലമായതും മാതൃകാപരമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾക്ക് 1,06,00,000 രൂപ ഈ തെരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ആ സഹായം അങ്ങനെ കൃത്യമായും കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല, അതിന്റെ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ് അതിന് ഫണ്ടിന് വിനിയോഗിക്കേണ്ടത്. ഈ കേരളത്തിലാണെങ്കിൽ പൊതുവിദ്യാഭ്യാസം മാതൃകാപരമായി പ്രവർത്തിക്കുന്നതാണ്. സ്കൂളിന്റെ ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ പണം വിനിയോഗിക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകോത്തരമാണ്. ഏറ്റവും ആകർഷകമായ കെട്ടിടങ്ങൾ, എല്ലാ സൗകര്യമുള്ള കെട്ടിടങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാതൃകാ സ്കൂളാക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള അജണ്ടകളെ കുറിച്ച് പഠിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പാഠപദ്ധതിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ആ പാഠപദ്ധതിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറായപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് എല്ലാ നയവും ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ നയങ്ങളും രൂപീകരിക്കപ്പെട്ടത്. അത് അവസാനം ഇന്ത്യൻ ഭരണഘടന കൂടി അംഗീകരിച്ചതോടുകൂടി അത് മതനിരപേക്ഷ കാഴ്ചപ്പാടിലൂടെ ഊന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യയുടെ ചരിത്രങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ സങ്കരമായ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എല്ലാം ഈ നമ്മുടെ ഈ വിദ്യാഭ്യാസ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ കാലോചിതമായ മാറ്റം വരുത്താറുണ്ട്. പ്രധാനമായി അതിന്റെ മാനദണ്ഡം ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന്, ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങളാണ് ഈ ഇന്ത്യയിൽ വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിദ്യാഭ്യാസ നയം കൺകറന്റ് ലിസ്റ്റ് ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനും അതുപോലെ നയങ്ങൾ നടപ്പിലാക്കാനും കഴിയും. പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി, കരിക്കുലം തയ്യാറാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിനും അത് അധികാരമുണ്ട്. എന്നാൽ ഈ പറയുന്ന സ്കൂളുകളിൽ ഈ നയം നടപ്പിലാക്കണം, ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കണം, പഠിപ്പിക്കണം. എന്താണത്? ആ വിദ്യാഭ്യാസ നയത്തിൽ മധ്യകാലഘട്ടത്തിന്റെ ചരിത്രമില്ല. എന്താണ് മധ്യകാലഘട്ടം? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായതാണ് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണങ്ങൾ. ഇന്ത്യയുടെ സംസ്കാരത്തിനും ഇന്ത്യയുടെ വികാസത്തിനും ഈ വിഭാഗം എത്രത്തോളം സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതില്ല. അതിനവർ മാനദണ്ഡമായി സ്വീകരിച്ചത് സരസ്വതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്. ഇന്ത്യയിൽ മറ്റു മതങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ മുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇവിടെ അക്രമം നടത്താനും
ഇന്ത്യയുടെ സംസ്കാരം ഇല്ലാതാക്കാനും വേണ്ടി വന്ന ഒരാളുകളാണ്. അവർ ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ ഖുറാനും പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് അവർ പ്രചരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഏകമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏകമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും നിഷേധിക്കുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കണമെന്നാണ് പറയുന്നത്. എത്ര കാടത്തമാണ് ഈ രാജ്യത്ത്! എന്തൊരു കാടത്തമാണ്! ഒരു ചരിത്രം തന്നെ വളച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയ നാഥുറാം ഗോഡ്സെയുടെ വീട്ടിലേക്കാണ് മരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതും പഠിച്ചതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ പഠനപുസ്തകത്തിൽ പറയുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 1948 ജനുവരി 3-ാം തീയതി കൊല്ലപ്പെട്ടു. എന്താണ് അവകാശം കൊടുക്കേണ്ടതില്ല. അവർക്ക് മറ്റെല്ലാ പൗരന്മാർക്കും അവകാശമില്ല. അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ സാമൂഹ്യമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ പുരോഗതി ഉണ്ടാവൂ എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പാഠ്യപദ്ധതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയമായ കാഴ്ചപ്പാടുണ്ട്, ഒരു സംസ്ഥാനമായ കാഴ്ചപ്പാടുണ്ട്. ഈ വിദ്യാഭ്യാസ PMC പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിച്ചപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഇത് നമ്മുടെ സംസ്ഥാനത്ത് യോജിച്ചതല്ല എന്ന് അഭിപ്രായം പറഞ്ഞു. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ പറഞ്ഞു. പശ്ചിമ ബംഗാൾ പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞു. എന്തുകൊണ്ട്? ഇന്ത്യയുടെ പാരമ്പര്യത്തെ നിഷേധിക്കുന്ന, സംസ്കാരത്തെ നിഷേധിക്കുന്ന, ചരിത്രത്തെ നിഷേധിക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി, ഈ പാഠപദ്ധതി കേരളത്തിന് യോജിച്ചതല്ല. കേരളത്തിന് യോജിച്ചതല്ല, അസന്നിഗ്ധമായി പറഞ്ഞു. അതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രതികാരം കാണിക്കുകയായിരുന്നു. SSA പദ്ധതി എന്ന പേരിൽ ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാഠ്യപദ്ധതിയുണ്ട്. ആ പാഠ്യ പദ്ധതിയിൽ സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി വസ്ത്രം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അവർ പ്രത്യേകമായ അധ്യാപകന്മാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. അതിന്റെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആ ശമ്പളം പിടിച്ചു വെച്ചു, നിഷേധിച്ചു. PMC പദ്ധതി നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ പദ്ധതിയിൽ വരുന്ന പണം നിങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ട വിഹിതം പിടിച്ചു വെച്ചു. കേരളത്തിന്റെ എത്തിക്കൊല്ലാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. ആ സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ല. ആ പിടിച്ചു വെച്ച പണം കിട്ടുന്നതിന് 205 കോടി രൂപ. എത്ര? 205 കോടി രൂപ. കേന്ദ്ര പദ്ധതിക്ക് PMC പദ്ധതിക്ക് കിട്ടേണ്ടത് 1,158 കോടി രൂപയാണ്. അതല്ല. എന്നാൽ അത് ഒപ്പുവെച്ചപ്പോൾ കേരളം കൂടുതൽ ചർച്ച ചെയ്തു. കേരളത്തിൽ വലിയ വിഷയമായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ആ സമയത്താണ് ഒപ്പുവെച്ച കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. മന്ത്രിസഭാ യോഗം ചേർന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർത്ത് തീരുമാനമെടുത്തതല്ല. ഏതോ വലിയ ഉദ്യോഗസ്ഥന്മാർ മാത്രം ആലോചിച്ചുകൊണ്ട് ഈ പണം കിട്ടുന്നതിന് വേണ്ടി അത് ഒപ്പുവെച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരമായി ഇടപെട്ടു. PMC പദ്ധതി കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിഷേധിച്ച, നമ്മൾ അംഗീകരിക്കാത്ത ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല. അത് ഉടനെ പിൻവലിക്കണമെന്ന് പറഞ്ഞു. അവസാനം അത് മരവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പുതു തീരുമാനമായിട്ട് വന്നു. ആ ധാരണാപത്രം അവിടെ അസാധുവായി. അതുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PMC പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നടപ്പിലാക്കുന്ന പദ്ധതിയല്ല. 2027 മാർച്ച് മാസം 3-ാം തീയതി ഇതിന് കാലാവധി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. 3-ാം തീയതി. ഈ 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം ഒത്തുപിടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. സമ്മതിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെന്ന് പറയുന്നു, ഈ നയം നടപ്പിലാക്കാൻ, ഈ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ മന്ത്രി
മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ല, അവിടത്തെ കുറിച്ച് അറിയാത്തതല്ല. ഇപ്പോഴതാ ഒരു പുതിയ തുരുപ്പ് സീറ്റ് എടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ലീഗ് മുൻകൈയെടുത്താൽ കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള നേതാക്കന്മാരെ ED വന്ന് അന്വേഷണം നടത്തി ജയിലിലടക്കാൻ ആവശ്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് തെളിവ്? ദിനപത്രത്തിന് പണം പിരിച്ച വകയിൽ 200 കോടി രൂപ പല വഴിയിലൂടെയാണ് സംഘടിപ്പിച്ചത്. കണക്ക് പരിശോധിച്ചപ്പോൾ കണക്ക് കാണിക്കാൻ സാധിച്ചില്ല. നോട്ട് നിരോധിച്ചപ്പോൾ മലപ്പുറം ബാങ്ക് ലീഗ് ഭരിക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ 400 കോടി രൂപ കള്ളപ്പണം ഒളിപ്പിച്ചു. അതിന്റെ കൃത്യമായ രേഖ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ പോയാൽ, ഇത് വിസമ്മതിച്ചാൽ, ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ED വന്ന് നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കണക്ക് പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ ജയിലിലടക്കും. അതാണ് ഇപ്പോൾ ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇത് നിസ്സാരമായ കാര്യമല്ല. കേരളത്തിലെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ യോജിക്കാത്ത, ഇന്ത്യക്ക് യോജിക്കാത്ത ഒരു വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം അംഗീകരിക്കണമോ? കേരള മനസ്സാക്ഷി അംഗീകരിക്കണമോ? മതനിരപേക്ഷതയിൽ മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽ സലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽ സലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽ സലാം, 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 ലാൽ സലാം. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, DC അംഗങ്ങൾ, നിരവധിയായ നേതാക്കൾ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.